ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികം പ്രത്യേകതകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. സാക്ഷരത, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ജീവിത ദൈർഘ്യം, ജീവിത നിലവാരം, കുറഞ്ഞ ജനസംഖ്യാ വർധനവ് തുടങ്ങിയവ പരിഗണിക്കുമ്പോൾ കേരളം മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുൻപന്തിയിൽ നിൽക്കുന്നു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും വികസനത്തെ പുറകോട്ട് വലിക്കാൻ സഹായിക്കുന്ന ചില ഘടകങ്ങളും കേരളത്തിലുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സംഘടനകളുടെയും ആഹ്വാനത്തിലുണ്ടാകുന്ന ഹർത്താലുകൾ ഇതിൽ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹർത്താലുകൾ നടക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. കുറച്ചാളുകൾ ഹർത്താലിനെ ഒരു ആഘോഷവേളയാക്കി മാറ്റുന്നതിൽ ഉത്സാഹം കാണിക്കാറുണ്ട്. എന്നാൽ ഇത് നമ്മുടെ സംസ്ഥാനത്തിന് വരുത്തുന്ന ഭീമമായ സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ച് നമ്മിൽ എത്ര പേർക്കറിയാം? ഏകദേശം 100ഓളം ഹർത്താലുകളാണ് കേരളത്തിൽ ഒരു വർഷത്തിൽ ഉണ്ടാകുന്നത്. ഇതിൽ 2006 നടന്ന 223 ഹർത്താലുകൾ സംസ്ഥാനത്തിനുണ്ടാക്കിയ സാമ്പത്തികാഘാതം പ്രത്യക്ഷത്തിൽ 2000 കോടി രൂപയുടേതാണ്. ചില അവസരങ്ങളിൽ ഹർത്താലുകൾ സംഘട്ടനങ്ങളിലേക്കും അതിക്രമങ്ങളിലേക്കും വഴിമാറിപ്പോകാറുമുണ്ട്. ഹർത്താലിനെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ തന്റെ ഒറ്റയാൾ പോരാട്ടം കൊണ്ട് ശ്രദ്ധേയനായ ഒരു വ്യക്തിയെ നമുക്കിന്ന് പരിചയപ്പെടാം. ഇത് സുപ്രി കാട്ടുപറമ്പിൽ. എറണാകുളം നഗരത്തിനടുത്ത് വൈപ്പിൻ ദ്വീപിലെ നായരമ്പലത്താണ് ഇദ്ദേഹം താമസിക്കുന്നത്. 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള സുപ്രി ഒരു നിർമ്മാണ തൊഴിലാളിയാണ്. ഭാര്യയും 3 കുട്ടികളും അടങ്ങുന്നതാണ് ഇദ്ദേഹത്തിന്റെ കുടുംബം. തന്റെ കഠിനാധ്വാനം നിറഞ്ഞ ജീവിതത്തിനിടയിലും ഹർത്താലിനെതിരെയുള്ള പോരാട്ടത്തിന് ഇദ്ദേഹം സദാ സന്നദ്ധനാണ്. ഹർത്താൽ ദിനങ്ങളിൽ തന്റെ സമരമുറയായ പുറകോട്ടുള്ള നടത്തം പ്രാവർത്തികമാക്കുവാൻ സുപ്രി തന്റെ സമയം കണ്ടെത്തുന്നു. ഹർത്താലിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ അടങ്ങിയ പ്ലക്കാർഡും കയ്യിലേന്തി വൈപ്പിൻ ദ്വീപിൽ നിന്നും എറണാകുളം നഗരത്തിലെ കലൂരിലേക്കുള്ള 18 കിലോമീറ്റർ പാതയാണ് മിക്കവാറും തന്റെ പുറകോട്ടുള്ള നടത്തത്തിന് സുപ്രി കാട്ടുപറമ്പിൽ തിരഞ്ഞെടുക്കാറുള്ളത്. ഹർത്താൽ മൂലം സംസ്ഥാനത്തിന് വരുന്ന സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങളെ തെല്ലും വില കൽപ്പിക്കാത്ത മുന്നോട്ട് നടക്കുന്നു എന്നഭിമാനിക്കുന്ന നമ്മുടെ മുന്നിലൂടെ ഹർത്താലിനെതിരെ പുറകോട്ട് നടന്ന് പ്രതിഷേധിക്കുകയാണ് ഈ ചെറിയ മനുഷ്യൻ. തന്റെ പുറകോട്ടുള്ള നടത്തം കൊണ്ട് യഥാർത്ഥത്തിൽ ഹർത്താലിനെതിരെയുള്ള സമരപാതയിൽ മുന്നോട്ട് നടന്നു കയറുകയാണ് ഈ 52കാരൻ. ഹർത്താൽ വിരുദ്ധ സമരങ്ങളെ കൂടാതെ മറ്റു സാമൂഹിക പ്രശ്നങ്ങൾക്കായി 350ഓളം സമരങ്ങൾ നയിച്ചിട്ടുണ്ട് ഇദ്ദേഹം. സുപ്രിയുടെ പുറകോട്ടുള്ള നടത്തത്തിനു മുന്നിൽ നമ്മുടെ മുന്നോട്ടുള്ള നടത്തം യഥാർത്ഥത്തിൽ മുന്നോട്ടാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഹർത്താലിനെതിരെ പ്രവർത്തിക്കുവാനുള്ള ഊർജം സുപ്രിയുടെ ഈ എളിയ പോരാട്ടത്തിൽ നിന്നും നമുക്ക് ലഭിക്കട്ടെ എന്നാശംസിക്കുന്നു.